വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ബെറ്റർ, ഐ ഡൗട്ട് ഇറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്പാനിഷ് പറയുന്നത്. ബെറ്റർ ഇങ്ങനെ പറയും, മെഹോർ, നോട്ട് മെജോർ. ജെ ആണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും ഒരു ജെ ആണെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യണത് മെഹോർ. നമ്മൾ കേട്ടിട്ടില്ലേ, ജോസ് എന്നുള്ള സ്പാനിഷിലെ പേര് എങ്ങനെയാണ് പറയുന്നത്? ഹൊസേ. അതുപോലെ ജീസസ് അവർ പറയുന്നത് ഹെസൂസ് എന്നൊക്കെ പറയണം. അവർ ജെ ആയിട്ടല്ല അവർ യൂസ് ചെയ്യണ, ഹ ആയിട്ടാ, മെഹോർ. മെജോർ, നമ്മൾ ഇംഗ്ലീഷിൽ മെജോർ എന്ന് പറയും, അവർ മെഹോർ എന്ന് പറയും. അപ്പോൾ മെഹോർ എന്ന് പറഞ്ഞാൽ ബെറ്റർ എന്നാണ്. ഓക്കെ, നമ്മൾ ചിലരോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങളുടെ അസുഖമൊക്കെ, ബെറ്റർ ആണ് എന്നൊക്കെ ചോദിക്കുന്നത്. ബെറ്റർ അതാണ്. മൂച്ചോ മെഹോർ. മൂച്ചോ മെഹോർ എന്ന് പറഞ്ഞാൽ മച്ച് ബെറ്റർ. മൂച്ചോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൂടുതൽ, മച്ച്, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ മൂച്ചോ മെഹോർ എന്ന് പറഞ്ഞാൽ മച്ച് ബെറ്റർ. ചിലപ്പോൾ നമുക്ക് കേൾക്കാം ബെറ്റർ, മെഹോർ സി, യെസ് യെസ്, സി യെസ്, ബെറ്റർ ആണ്. അല്ല, മെഹോർ നോ, നോ നോ, ബെറ്റർ നോ. Better as, better no. Mejor sí, better as, mejor no, better no. ഇനി ലോ ഡൂഡോ. ലോ ഡൂഡോ. ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് എന്നാണ്. ഡൂഡോ എന്ന് പറഞ്ഞാൽ ഐ ഡൗട്ട് എന്നാണ്. അതൊരു കൊഞ്ചുഗേറ്റ് ചെയ്ത ഒരു വേർഡാണ്. എന്തുമായിട്ടാ ഏതാണ് എൻ്റെ വെർബ്? ബേസിക് വെർബ്. എല്ലാത്തിനും ഒരു ബേസിക് വെർബ് ഉണ്ടല്ലോ, കോഞ്ചുഗേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അതാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഡൂഡാർ. ഡൂഡാർ അതൊരു റെഗുലർ ബേസിക് വെർബാണ്. ഡൂഡാർ എന്ന് പറഞ്ഞാൽ AR എൻഡ് ചെയ്യുന്ന ഒരു റെഗുലർ ബേസിക് വെർബാണ്. ടു ഡൗട്ട്. ടു ഡൗട്ട്. അപ്പം ഐ ഡൗട്ട് എന്ന് പറയുമ്പോൾ ഡൂഡാറിന് നമ്മൾ ഐ എന്ന സബ്ജക്റ്റ് പ്രോനൗണായിട്ട് കൊഞ്ചുഗേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു വേർഡാണ് ഡൂഡോ. അതിനകത്ത് ഐ ഓട്ടോമാറ്റിക് ഉണ്ട്. ഐ ഡൗട്ട്. പിന്നെ ഐ ഡൗട്ട് ഇറ്റ്. അപ്പോൾ ഇറ്റ് വന്നു. ഐ ഡൗട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എന്താക്കണം? ആ ലോ ഇടണം. ലോ ഡൂഡോ. അപ്പം എപ്പോഴും ഈ ലോ ഫ്രണ്ടിലിടണം. നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഐ ഡൗട്ട് ഇറ്റ്, ഇറ്റ് എൻഡി പോകും അല്ലേ? ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് സ്പാനിഷിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഇറ്റ് എന്നുള്ളത് നമ്മൾ ആ ഫ്രണ്ടിലേക്ക് എടുത്തിടണം. അപ്പം ലോ ഡൂഡോ, ഐ ഡൗട്ട് ഇറ്റ്. അപ്പം ഡൂഡാർ എന്ന റെഗുലർ ബേസിക് വെർബിൽ നിന്നാണ് ഡൂഡോ വന്നിരിക്കുന്നത്. പിന്നെ അതിനുള്ള എക്സാമ്പിളും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഡൂഡാർ എന്ന വെർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ലോ ഡൂഡോ കെ എൽ വെങ്ക. ലോ ഡൂഡോ കെ എൽ വെങ്ക എന്ന് പറഞ്ഞാൽ ഐ ഡൗട്ട് ഇറ്റ് ദാറ്റ് ഹി കംസ്. ഐ ഡൗട്ട്, എനിക്ക് അവൻ വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ലോ ആദ്യം വിട്ടു. ലോ ഡൂഡോ കെ ഐ ഡൗട്ട് ഇറ്റ്. ഇറ്റ് ലോയുടെ മീനിങ്. ലോ ഡൂഡോ കെ ദാറ്റ് എൽ ഹി വെങ്ക. വെങ്ക എന്നുള്ളത് ഒരു കോൺജുഗേഷൻ ആണ്. ഏതിൻ്റെ ആണ്? അതിൻ്റെ ബേസിക് വെർബ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ബെനീർ, ടു കം. ബെനീർ അയ്യാൾ എൻ്റെ ചെയ്യുന്ന ഒരു ബേസിക് വെർബാണ് ബെനീർ. ആ ബെനീർ സബ്ജക്റ്റീവ് മൂഡാണ്. ബെങ്ക നമ്മുടെ ഡൗട്ടാണ്. ഡൗട്ട് ആയതുകൊണ്ടാണ് ബെങ്ക എന്ന് യൂസ് ചെയ്തത്. ബെങ്ക അത് ബെനീറിൻ്റെ ഒരു സബ്ജക്റ്റീവ് മൂഡാണ്. എസ്പെരോ, ഡൗട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്കൊരു സ്പെഷ്യൽ മൂഡുണ്ട്. അതിനാണ് സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ബെനീറിൽ നിന്നുള്ള ഡൗട്ട് ആകുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു മൂഡുണ്ട്, സബ്ജക്റ്റീവ് മൂഡ്. അങ്ങനെ വന്നതാണ് ഈ ബെങ്ക എന്ന് പറയുന്നത്. അത് ബെനീർ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ലോ ഡൂഡോ കെ എൽ ബെങ്ക. ഇനി പറയുവാണ് ജോ ഡൂഡോ എസോ. ജോ ഐ, ഞാൻ. ജോ ഡൂഡോ. ഡൂഡോ എന്ന് മാത്രം പറഞ്ഞാലും മതി, അവിടെ ഐ ഉണ്ട്. പക്ഷേ നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ സബ്ജക്ട് പ്രോനൗൺ അതേപോലെ ജോ യൂസ് ചെയ്തതിലും കുഴപ്പമില്ല. ബട്ട് ജോ ഡൂഡോ എസോ എന്ന് പറഞ്ഞാൽ ജോ ഐ ഡൂഡോ ഐ ഡൗട്ട് എസോ. എസോ എന്ന് പറഞ്ഞാൽ ഇറ്റ് എന്നാണ്. ഐ ഡൗട്ട് ഇറ്റ്. ഐ ഡൗട്ട് ഇറ്റ്. അപ്പോൾ എന്ത് പഠിച്ചോ? ബെറ്ററും സംശയവും പഠിച്ചല്ലേ?
better, mejor, not major. Doubt, to doubt, dudar, to doubt. അയ്യോട്ട് conjugate ചെയ്തപ്പോൾ dudo, I doubt it. Lo dudo, I doubt it. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇത്രയും നേരം പഠിപ്പിച്ച ഈ ക്ലാസ്സിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി ലോങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് കാണുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് അത് മോട്ടിവേറ്റ് ആയിട്ട് ഞാൻ പിന്നെയും ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കേണ്ടത്. നിങ്ങളാണ് എനിക്ക് പ്രചോദനം തരുന്നത്. അപ്പോൾ ഞാനത് ഹോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. അഡിയോസ്, ബൈ.